ഇവിടെ നേരിട്ട് വന്നനുഭവിക്കുക. പൂരം കൊള്ളണം എന്ന് പറയുന്ന പോലെ ജലോത്സവം നേരിൽ കണ്ട് അനുഭവിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരിൽ കാണുന്ന ആവേശവും അനുഭൂതിയും മറ്റൊരിടത്തും കിട്ടില്ല എന്ന് പറയാതെ വയ്യ. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. മത്സരങ്ങൾ ഉടൻ തന്നെ ഇതാ ആവേശത്തിന്റെ പെരുമ്പറ മുഴങ്ങാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ആരായിരിക്കും ആഘോഷം തുടങ്ങുക എന്നുള്ളതാണ് അറിയേണ്ടത്. വള്ളംകളി ഹീറ്റ് നമ്പർ 1 ട്രാക്കിൽ ഇപ്പോൾ കുതിച്ചു പാവുകയാണ് ആനാരി ചുണ്ടൻ. ഹീറ്റ് നമ്പർ 1 തുടക്കമായിരിക്കുന്നു. വെള്ളംകുളങ്ങര ചുണ്ടൻ 2ാമത്തെ ട്രാക്കിൽ, 3ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, 4ാമത്തെ ട്രാക്കിൽ ജലോത്സവങ്ങളിലെ ജലമേളകളിലെ ചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ. 4 ചുണ്ടൻ വെള്ളങ്ങൾ കുതിക്കുന്നു. ഒരിക്കൽ കൂടി ആനാരി ചുണ്ടൻ ട്രാക്ക് നമ്പർ 1 കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആനാരി ചുണ്ടൻ. ട്രാക്ക് നമ്പർ 2 സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര ചുണ്ടൻ. മങ്കമ്പ ബോട്ട് ക്ലബ്ബ് തുടയുന്ന കരുവാറ്റ ശ്രീവിനായകൻ. 4ാമത്തെ ട്രാക്കിൽ ഇതാ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് പായിപ്പാട്ടെ. കാരിച്ചാൽ ചുണ്ടൻ കാത്തിരിക്കുക. ആദ്യ വരവാണ് കാരിച്ചാൽ ചുണ്ടൻ ഇക്കുറി ജലോത്സവ വേദിയിലേക്ക്. കാരണം അവർ പല ക്ലബ്ബുകൾക്കായി മത്സരിച്ച ചുണ്ടൻ ഇക്കുറി സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് എന്ന പേരിൽ അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? 71ാമത് നെഹ്റു ട്രോഫിയുടെ ഈ ആവേശപ്പോരിൽ അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? ഒപ്പത്തിനൊപ്പമായി നിന്ന് പോരട്ടെ, ഒപ്പത്തിനൊപ്പം തുഴയെറിയട്ടെ, ഒപ്പത്തിനൊപ്പം നിന്ന് ആവേശം നിറയ്ക്കട്ടെ. അങ്ങനെ 1ാം ട്രാക്കിലൂടെ ആനാരി, 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3ാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, 4ാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 4 ജനനായകന്മാർ ഒപ്പത്തിനൊപ്പം എണ്ണം പറഞ്ഞ് തുഴയെറിഞ്ഞു വരുന്ന മനോഹാരിതമായ കാഴ്ച. ഇതാ ഏതാണ്ട് 200 വാരയെത്തുമ്പോൾ ആരാണ് മുന്നിൽ, ആരാണ് പുറകിൽ പറയുവാൻ നിർവാഹമില്ല. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന, അതെ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ ലീഡ് കാഴ്ചവെച്ചുകൊണ്ട് വള്ളപ്പാടുകളുടെ പിന്തള്ളിക്കൊണ്ട്, എതിരാളികളെ പിന്തള്ളിക്കൊണ്ട് ജലചക്രവർത്തി കാരിച്ചാലിന്റെ തേരോട്ടം അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ ഏതാണ്ട് 100 വാരം എത്തുകയാണ്. തുഴച്ചിൽക്കാരെ പുറകെ കൊള്ളിക്കാൻ ഇതാ ചെറുമഴ പെയ്യുന്നു. ആ ചെറുമഴയിൽ കുതിച്ചു മഴയുകയാണ് കാരിച്ചാൽ. 71ാമത് നെഹ്റു ട്രോഫിയുടെ ആദ്യ ഹീറ്റ്സ് ആവേശകരമാക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ ആദ്യ ഇവന്റിൽ തന്നെ, ആദ്യ ജലോത്സവത്തിൽ തന്നെ കാരിച്ചാൽ അടയാളപ്പെടുത്തുന്നു. കാണുക ലോകമേ, പുതിയൊരു ബോട്ട് ക്ലബിന്റെ പിറവിയാണിത്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് അവരുടെ സ്വന്തം ചുണ്ടൻ അരുമയെന്നോണം, സ്വന്തം മകനെന്നോണം ഒരു കര ഒന്നാകി ഏറ്റെടുക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ ഇത് 1ാമത് ഫിനിഷ് ചെയ്യുന്നു. ഹീറ്റ് നമ്പർ 1 കാരിച്ചാൽ. അങ്ങനെ 1ാം പാദ മത്സരത്തിൽ ജലചക്രവർത്തി കാരിച്ചാൽ എതിരാളികളെ വള്ളപ്പാടുകൾ പിന്തള്ളിക്കൊണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായിപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര. 2ാമതായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നത്തിൽ തുഴയെറിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലൂടെ, അല്ല 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കരുവാറ്റ ശ്രീവിനായകൻ, അതോടൊപ്പം വെള്ളംകുളങ്ങര, ആനാരി. അങ്ങനെ 3 വള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ് കാരിച്ചാൽ. 1ാം പാദ മത്സരത്തിൽ എതിരാളികളെ പിന്തള്ളിക്കൊണ്ട് അങ്ങനെ 16ാം നമ്പർ വള്ളം, അതെ കരുവാറ്റ ശ്രീവിനായകൻ മങ്കമ്പ് ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ശ്രീവിനായകൻ അങ്ങനെ 2ാമതായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് കടന്നു വരുന്നത് ആരാണ്? ആ 3ഉം 4ഉം സ്ഥാനത്തേക്ക് 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് കടന്നു വരികയാണ്. കാണികൾ ആവേശഭരിതമാകുകയാണ്. പുറകിലാണെങ്കിലും അവരങ്ങനെ മനോഹരമായി തുഴയെറിയുകയാണ്. ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് 4ാം സ്ഥാനവും 3ാം സ്ഥാനവും ആര് പങ്കുവെക്കുമെന്ന് പറഞ്ഞാണ് അവരുടെ തുഴച്ചില്. ആരൊക്കെയാണ് വരുന്നത്? അനാരി വരുന്നു, വെള്ളംകുളങ്ങര വരുന്നു. അങ്ങനെ 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് കടന്നു വരുന്നു. 1ാം പാദ മത്സരത്തിൽ 1ഉം 2 സ്ഥാനങ്ങൾ കടന്നുപോയി. കാരിച്ചാൽ കടന്നുപോയി, അതോടൊപ്പം തന്നെ കരുവാറ്റ ശ്രീവിനായകൻ കടന്നുപോയി. ഇനിയും ആനാരിയും അതോടെ വെള്ളംകുളങ്ങരയും, അതെ ആനാരിയും കരുവാറ്റയുമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം കടന്നു പോകുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള 1ാം ഹീറ്റ്സ് മത്സരത്തിൽ കാരിച്ചാൽ ചുണ്ടൻ
ഒന്നാമതായി ഫിനിഷ് ചെയ്തു. രണ്ടാമതും മൂന്നും നാലും സ്ഥാനത്തേക്കുള്ള മത്സരങ്ങൾ അങ്ങനെ മനോഹരമായിട്ട് ഒന്നാം പാദ മത്സരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 16 നമ്പർ വള്ളം കരുവാറ്റ ശ്രീവനായകനും അതോടൊപ്പം തന്നെ 20 നമ്പർ വള്ളം ആനാരിയും അങ്ങനെ കടന്നുപോയി. ഒന്നാമതായി കാരിച്ചാലും, രണ്ടാമതായി വെള്ളംകുളങ്ങരയും, മൂന്നാമതായി ആനാരിയും അതോടൊപ്പം തന്നെ കരുവാറ്റ ശ്രീവിനായകനും അങ്ങനെ 4 വള്ളങ്ങളും കടന്നുപോയി. ഇനി നടക്കേണ്ടത് രണ്ടാം പാദ മത്സരമാണ്. ഒന്നാമത്തെ ഹീറ്റ്സിൽ 2 വള്ളപ്പാടിന്റെ ദൂരത്തിൽ കാരിച്ചാലിന്റെ വ്യക്തമായിട്ടുള്ള ഫിനിഷിംഗ്. 2 വള്ളപ്പാടോ അതിലും അകലെ അതിനുമപ്പുറം കാരിച്ചാലിന്റെ കുതിപ്പ് എന്നുള്ളതാണ്. വെള്ളംകുളങ്ങരയാണ് രണ്ടാമത് ഫിനിഷ് ചെയ്തത്. സെന്റ് ജോസഫ് ബോട്ടിൽ കായൽപുരത്തിന്റെ വെള്ളംകുളങ്ങര എന്നാൽ പഴയ നെപ്പോളിയനാണ്. പക്ഷേ നെപ്പോളിയന്റെ പഴയ കുതിപ്പ് ഇക്കുറി കാണാൻ കഴിയില്ല. വെള്ളംകുളങ്ങര രണ്ടാമത് ഫിനിഷ് ചെയ്തപ്പോൾ കരുവാറ്റ ശ്രീവിനായകൻ മൂന്നാമതും, 4ാമത് ആനാരിച്ചുണ്ടൻ കായലഗിരി ടൗൺ ബോട്ട് ക്ലബിന്റെ ആനാരിച്ചുണ്ടനും ഫിനിഷ് ചെയ്തു. 3ാം സ്ഥാനത്ത് ട്രാക്ക് 2. ഇനി അടുത്ത ഹീറ്റ്സിലേക്കാണ് പോകുന്നത്. ഉടൻ തന്നെ രണ്ടാമത്തെ ഹീറ്റ്സിലെ മത്സരം ആരംഭിക്കുമെന്നാലും ഫസ്റ്റ് റിസൾട്ടിന്റെ ടൈം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ജയപ്രകാശ്, എത്ര സമയത്തിലാണ് കാരിച്ചാൽ ചുണ്ടൻ അവരുടെ ആദ്യ പ്രധാനപ്പെട്ട റേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് അറിയണമല്ലോ. ഒരു പുതിയ ബോട്ട് ക്ലബിന്റെ പിറവിയാണ് നമ്മൾ കണ്ടത്. അതെ, സമയം നമുക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം പാദ മത്സരങ്ങൾ, രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ 8ാം നമ്പർ വള്ളം കരുവാറ്റ പുത്തൻചുണ്ടൻ, BBM ബോട്ട് ക്ലബ്ബ് വൈശ്യംഭാഗം തുടയുന്ന കരുവാറ്റ പുത്തൻചുണ്ടൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ ചെറുതനയാണ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കമ്പിന്റെ ചെറുതന ചുണ്ടൻ. 2004 ഈ നെഹ്റു ട്രോഫി മുത്തമിട്ട ചെറുതന 2ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ നടുവില പറമ്പനാണ് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ തുഴച്ചിക്കാർ തുഴയുന്ന നടുവില പറമ്പൻ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പായിപ്പാട് നമ്പർ 2 ആണ്. പായിപ്പാട് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായിപ്പാട് നമ്പർ 2. പായിപ്പാടിന് ചരിത്രമുണ്ട്. 2009, 2006, 2007, 2018 അടക്ക ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചരിത്രമെഴുതിയ തുഴയെറിഞ്ഞ വള്ളമാണ് പായിപ്പാട്. അങ്ങനെ പായിപ്പാട് നമ്പർ 2 4ാം ട്രാക്കിൽ. 1ാം ട്രാക്കിൽ കരുവാറ്റ പുത്തൻചുണ്ടൻ, 2ാം ട്രാക്കിൽ ചെറുതല, 3ാം ട്രാക്കിൽ നടുവില പറമ്പൻ, 4ാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ 2. അങ്ങനെ 4 രാജാക്കന്മാരുടെ തേരോട്ടത്തിനും പോരാട്ടത്തിനും ഈ പുന്നമട കായലിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കോരിച്ചൊരിയുന്ന മഴയെ തൃണവൽ ഗണിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ കരുമാടി കുട്ടന്മാരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും പ്രകടമാക്കുന്ന ഉജ്ജ്വലമായ തുഴയെറിഞ്ഞ് കടന്നു വരുന്നു. 2ാം ട്രാക്ക് മത്സരങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ കരുവാറ്റ പുത്തൻചുണ്ടൻ, 2ാം ട്രാക്കിൽ ചെറുതന, 3ാം ട്രാക്കിൽ നടുവില പറമ്പൻ, 4ാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ 2. രണ്ടാമത്തെ ഹീറ്റ്സ് അല്പസമയത്തിനകം ആരംഭിക്കും. ആദ്യ ഹീറ്റ്സിൽ കണ്ട